ഈ ഭൂമുഖത്ത് ഏറ്റവും ദുർബലമായ രാഷ്ട്രീയ കാലാവസ്ഥ, സുരക്ഷാ കാലാവസ്ഥയുള്ള സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ: പശ്ചിമേഷ്യ. യൂറോപ്യന്മാർ മിഡിൽ ഈസ്റ്റ് എന്നും നമ്മൾ വെസ്റ്റ് ഏഷ്യ എന്നും പറയുന്ന പശ്ചിമേഷ്യൻ മേഖല അസ്ഥിരമാണ്. അത് എക്കാലത്തും ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, കാലങ്ങളായി, കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി തീർച്ചയായും ഏറ്റവും വലിയ അസ്ഥിരതയുള്ള സ്ഥലം മധ്യപൗരസ്ത്യ പ്രദേശം തന്നെയാണ്. അതിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് രാജ്യങ്ങൾ: ഇസ്രയേൽ, ജൂതരാഷ്ട്രം, ലോകത്തെ ഏക ജൂതരാഷ്ട്രം; രണ്ട്, ഇറാൻ, ഏറ്റവും പ്രധാനപ്പെട്ട ഷിയ മുസ്ലിം രാജ്യം. ഈ രണ്ട് രാജ്യങ്ങളും മുഖാമുഖം നിന്നുകൊണ്ട് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നടത്തുന്ന പോർവിളികളും സംഘട്ടനങ്ങളും എത്രത്തോളം ലോകത്തിൻ്റെ സ്റ്റെബിലിറ്റിയെ, പ്രത്യേകിച്ച് മധ്യപൗരസ്ത്യ പ്രദേശത്തിൻ്റെ സന്തുലിതാവസ്ഥയെ ബാധിക്കുന്നു എന്നത് ചിന്തനീയമായ കാര്യമാണ്. നോക്കൂ, ഇതിനെല്ലാം കാരണമായ ആ ഒരു കാറ്റലിസ്റ്റ്, രാസത്വരകം എന്ന് പറയുന്നത് ഒക്ടോബർ മാസം 7-ാം തീയതി ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് നടന്ന ആക്രമണമാണ് ഇസ്രായേലിനെതിരെ. അതിനെതിരെ ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന 6 മാസമായി തുടരുന്ന അധിനിവേശം, നരനായാട്ട്, 34,000 ജീവൻ പൊലിഞ്ഞിരിക്കുന്നു ഈ 6 മാസത്തിനുള്ളിൽ. അത് മൊത്തം ജനസംഖ്യയുടെ വലിയൊരു ശതമാനമാണ്. 23 ലക്ഷം ജനങ്ങളിൽ 33,000 ചില്വാനം പേര് ഇപ്പോൾ കാലയവനികൾക്കുള്ളിൽ മറഞ്ഞിരിക്കുന്നു. അത്ര വലിയ മനുഷ്യാവകാശ ലംഘനവും നരനായാട്ടും ഹ്യൂമൻ ട്രാജഡിയും നടക്കുമ്പോൾ സ്വാഭാവികമായി അതിനോട് പ്രതികരിക്കേണ്ടത് സൈനികമായിട്ടാണെങ്കിലും നയതന്ത്രപരമായിട്ടാണെങ്കിലും നീക്കുപോക്കൻ രൂപത്തിലാണെങ്കിലും പ്രതികരിക്കേണ്ടത് പലസ്തീൻ ജനത ഉൾപ്പെടുന്ന അറബി വംശജരായ ഇതര അറബ് രാജ്യങ്ങളാണ്. പക്ഷേ വളരെ സേഫായി പ്രധാനപ്പെട്ട അറബ് രാജ്യങ്ങൾ, അത് ഈജിപ്റ്റ് ആയിക്കൊള്ളട്ടെ, സിറിയ ആയിക്കൊള്ളട്ടെ, അതുപോലെ തൊട്ടടുത്തുള്ള സൗദി അറേബ്യ ആയിക്കൊള്ളട്ടെ, ഇതെല്ലാം തന്ത്രപരമായ ഒരു സൈലൻസ്. അവർ സമാധാന ചർച്ച ദോഹ കേന്ദ്രീകരിച്ച് ഖത്തറിൻ്റെ നേതൃത്വത്തിൽ സമാധാന ചർച്ചകൾ നടത്തുന്നുണ്ട്. അത് ഔപചാരികത മാത്രം. അത് അമേരിക്കൻ പ്രസിഡന്റും സ്റ്റേറ്റ് സെക്രട്ടറിയും എല്ലാം ഖത്തറിലേക്ക് വന്നിറങ്ങുന്നു, സംസാരിക്കുന്നു, പിരിയുന്നു. ഒരു വെടിനിർത്തൽ ഒരാഴ്ചത്തേക്ക് നടന്നു എന്നതല്ലാതെ ഇപ്പോഴും ഈ സമാധാന ചർച്ചയ്ക്ക് പരിഹാരമുണ്ടായിട്ടില്ല. എങ്കിൽ പിന്നെ എന്താണ് പരിഹാരം? ആ പരിഹാരം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു. അതൊരു പരിഹാരം, യുദ്ധമൊരു പരിഹാരമാണോ എന്നറിയില്ല. എന്നിരുന്നാലും ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഗാസയിലെ അധിനിവേശം എന്നത് ഒരു കാരണമാണ്. രണ്ടാമത്തെ കാരണം എക്കാലത്തും തുടർന്നിരുന്ന ഒരു ആൻറ്റി അമേരിക്കനിസം, ആൻറ്റി ജൂയിഷം, അല്ലെ ആൻറ്റി ജുഡൈസം, ആൻറ്റി ഇസ്രായേൽ, അല്ലെ ആൻറ്റി സയനിസം, ഈ രണ്ട് കാര്യങ്ങൾ ചേർന്നുകൊണ്ട് നിരന്തരമായി ഇറാൻ ആ ഷിയ മിലിഷ്യ ഗ്രൂപ്പുകളെ, ഇറാഖിലും സിറിയയിലുമുള്ള ഷിയ മിലിഷ്യ ഗ്രൂപ്പുകൾ, അതുപോലെ ഹിസ്ബുള്ള എന്ന ലെബനൻ കേന്ദ്രമാക്കിയ ഗ്രൂപ്പ്, അതുപോലെ തന്നെ ഹമാസ് എന്ന പലസ്തീനിയൻ ഗ്രൂപ്പിനെ ഫണ്ട് ചെയ്യുന്നതും ആളും അർത്ഥവും ആയുധവും കൊടുക്കുന്നത് ഇറാനാണ് എന്നത് പരസ്യമായ രഹസ്യമാണ്. അതോടൊപ്പമാണ് തന്ത്രപ്രധാനമായ ഏഡൻ കടലിടുക്ക്, ബാബൽ മന്ദേബ് പോലെയുള്ള കടലിടുക്ക് നിയന്ത്രിക്കുന്ന ഹൂതികൾക്ക് സഹായം നൽകുന്നതും ഇറാനാണ്. അങ്ങനെ ഒരു നിഴൽ യുദ്ധം, ഒരു ശീതയുദ്ധം, പ്രോക്സി വാർ, ആ പ്രോക്സി വാർ എൻഡ് ചെയ്തുകൊണ്ട് ഇറാൻ ഇസ്രയേലിനെ ആഞ്ഞടിക്കുന്നു. ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള മിസൈലുകൾ, 300-ൽ പരം മിസൈലുകളും ഡ്രോണുകളും റോക്കറ്റുകളും ഇസ്രയേലിൽ പതിക്കുന്നു, അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ ആകാശമണ്ഡലത്തിലേക്ക് വരുന്നു. അതെല്ലാം, അതിൻ്റെ മഹാഭൂരിപക്ഷവും ഇസ്രയേലിൻ്റെ അയൺ ഡോമിൽ തട്ടി തകർന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ ഇവിടെ ഉയർന്ന കാതലായ ചോദ്യം: ഇസ്രയേലിനെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണോ, അതോ സിംബോളിക്കായി തങ്ങളുടെ ജനതയെ, ടെഹ്റാൻ്റെ ചുറ്റുപാടുമുള്ള ഇറാനിയൻ ജനതയെ, ഇറാനിൽ വർദ്ധിച്ചു വരുന്ന ഇസ്രയേൽ എന്തുകൊണ്ട് മറുപടി കൊടുക്കുന്നില്ല എന്ന മട്ടിലുള്ള മുറവിളി തീർക്കാൻ വേണ്ടി ഇറാൻ താൽക്കാലികമായി അയച്ച ഒരു സംവിധാനമാണോ? ഇറാൻ പല രാജ്യങ്ങളെയും അറിയിച്ചിരുന്നു, ഇങ്ങനെ ഒരു സംവിധാനം ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ഇസ്രയേലിനെതിരെ ഞങ്ങൾ ആഞ്ഞടിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞതിന് ശേഷം ചെയ്യുമ്പോൾ ഇത് എന്തോ ഒരു ചടങ്ങ് തീർക്കൽ മാതൃകയായിരുന്നു ഇറാൻ്റെ ആക്രമണം. മറുവശത്ത് ഇസ്രയേലിൻ്റെ ആക്രമണം, ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇസ്രായേൽ മറുപടി കൊടുത്തു. അമേരിക്ക എന്ന വലിയേട്ടൻ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടും അമേരിക്ക ധിക്കരിച്ചുകൊണ്ട് ഇസ്രയേൽ ഇറാൻ്റെ മേൽ ആക്രമണം നടത്തി. ഇറാൻ്റെ ഒരു തന്ത്രപ്രധാനമായ ഒരു കേന്ദ്രം, ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തേക്കാണ് അസ്ഫഹാൻ എന്ന് പറയുന്ന ആ ഒരു പ്രദേശം. അവിടെയാണ് ആണവ സമ്പുഷ്ട യുറേനിയം ഉണ്ടാക്കുന്നത്, യുറേനിയം സമ്പുഷ്ടീകരിക്കുന്ന പ്ലാന്റുകളുള്ളത് അവിടെയാണ്. ഇറാൻ്റെ ചില വ്യോമതാവളങ്ങൾ അവിടെയുണ്ട്. അതാണ് ഒരുപക്ഷെ
ഇസ്രായേലിലേക്ക് പറന്നുപോയ മിസൈലുകളുടെയൊക്കെ പ്രഭവ കേന്ദ്രം എന്നതുകൊണ്ടാവാം ആ പ്രവിശ്യ കേന്ദ്രമാക്കി സ്ഫോടനങ്ങൾ കേട്ടു. യഥാർത്ഥത്തിൽ നമുക്കറിയാവുന്നത് ഇപ്പോഴും ഗ്രൗണ്ട് റിയാലിറ്റി നിഗൂഢമായി തുടരുന്നു. സ്ഫോടനങ്ങൾ കേട്ടു, ഏറെ സ്ഫോടനങ്ങൾ കേട്ടു. ഈ സ്ഫോടനങ്ങൾ എന്ന് പറയുന്നത് രണ്ട് കാരണങ്ങളാൽ ഉണ്ടാകാം. താഴെ മിസൈൽ വീണ് ചതറുന്നതിൻ്റെ സ്ഫോടനങ്ങളാകാം. രണ്ട്, ആകാശത്ത് വെച്ച് തന്നെ ഇറാൻ്റെ ഏറിയൽ ഡിഫൻസ് സിസ്റ്റം ഇസ്രായേലി മിസൈലുകൾ, റോക്കറ്റുകൾ നശിപ്പിച്ചതിൻ്റെ ആകാം. എന്നാലും അവിടെയും കാഷ്വാലിറ്റീസ് ഒന്നും കാര്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇതൊരു നാടകമല്ലേ? ഇതൊരു വെറും ചക്കളത്തി പോരാട്ടമല്ലേ? ഇതൊരു തരം ആരെയോ ബോധിപ്പിക്കാൻ, സ്വന്തം ജനതയെ ബോധിപ്പിക്കാൻ, ബെന്യാമിൻ നെതന്യാഹു സ്വന്തം ജനതയെ ബോധിപ്പിക്കാൻ വേണ്ടി ഇറാനെതിരെ നടത്തിയ ആക്രമണം. ഇറാൻ്റെ പ്രസിഡന്റ് ഹസൻ റുഹാനിയും പരമാധ്യക്ഷൻ അയത്തുള്ള അലി ഖൊമേനിയും സ്വന്തം ജനതയെ ഒന്ന് തണുപ്പിച്ചെടുക്കാൻ വേണ്ടി നടത്തിയ ഒരു ആക്രമണം. ഇതൊരു തരം ഒത്തുകളിയല്ലേ? ഒരു തരം, ഇതിപ്പം IPLൻ്റെ കാലഘട്ടമാണ്, മാച്ച് ഫിക്സിംഗ് ഒക്കെ ആരോപിക്കപ്പെടുന്ന കാലഘട്ടമാണ്. മാച്ച് ഫിക്സിംഗ് ആണോ എന്ന് ചിലരെങ്കിലും നിരീക്ഷിക്കും. മാച്ച് ഫിക്സിംഗ് ഒന്നും ആണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇത് ഒരുതരം സ്വന്തം ജനതയെ സന്തോഷിപ്പിക്കാനും സമാധാനിപ്പിക്കാനും ഒക്കെ വേണ്ടി നടത്തിയ പരസ്പരം ഓങ്ങൽ മാത്രമാണ്. ഇടിയും മിന്നലും കേട്ടു, പക്ഷേ കാഷ്വാലിറ്റി ഒന്നും സംഭവിച്ചില്ല, മിന്നൽ താഴെ എത്തിയിട്ടില്ല. ഈ ഒരു അവസ്ഥയിലാണ് ഈ യുദ്ധം നിൽക്കുന്നത്. അതുകൊണ്ട് ഒരടി അങ്ങോട്ടും ഒരടി ഇങ്ങോട്ടും എന്ന സമനിലയിൽ നിൽക്കുകയാണ് സ്റ്റേറ്റസ് കോ. ഇനി ഇതാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഈ ഇക്വിലിബ്രിയം മാറണമെങ്കിൽ ഇനി ഒരു അറ്റാക്ക് വരേണ്ടത് ഇറാൻ്റെ ഭാഗത്തു നിന്നാണ്. ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഞങ്ങൾ ഇനിയും, അതിന് മുൻപ് തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഞങ്ങളുടെ കലി അടങ്ങി, ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷം ഇസ്രായേൽ ആക്രമിച്ചപ്പോഴും ഇറാൻ പറഞ്ഞു, ഇനി ഞങ്ങൾ ഉടനെ പ്രതികരിക്കില്ല. ഇറാൻ ഇനി പ്രതികരിക്കുന്നില്ല എങ്കിൽ ഒരുപക്ഷെ തൽക്കാലത്തേക്ക് ഒരു ശമനമാകും. അങ്ങനെ ശമനമാകുമെന്ന് ചിന്തിക്കാനുള്ള ഒരു കാരണം, പല ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ഇസ്രായേൽ യുദ്ധം ചെയ്യാനാവില്ല. ഇസ്രായേലിനെ ഒരു പരിധിവരെ റഫ ഫിനിഷ് ചെയ്യണം. കാരണം അവശേഷിക്കുന്ന പലസ്തീനിയൻ തുരുത്താണ്, ഹമാസിൻ്റെ അവശേഷിക്കുന്ന തുരുത്താണ് ഗസയിലെ തെക്കൻ പ്രദേശമായ ഈജിപ്തുമായി അതിർത്തി പങ്കിടുന്ന റഫ മേഖല. റഫ മേഖലയിലാണ് ഇപ്പോൾ 12 ലക്ഷത്തോളം പലസ്തീനികൾ ഇപ്പോൾ അധിവസിക്കുന്നത്. ആ പ്രദേശത്തെ ജനങ്ങൾക്കിടയിൽ ഒരു ഹ്യൂമൻ ഷീൽഡിൻ്റെ ഇടയിൽ വസിക്കുകയാണ് ഹമാസിൻ്റെ പോരാളികൾ. റഫ പട്ടണം പൂർണ്ണമായി ഒരു കരയുദ്ധത്തിലൂടെ കീഴടക്കുന്നതിനാവും ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രാധാന്യം, ഇപ്പോഴത്തെ ഒരു പരിഗണന, പ്രഥമ പരിഗണന. ആ അജണ്ട നിലനിൽക്കെ മൾട്ടിപ്പിൾ യുദ്ധങ്ങളിലേക്ക് മറ്റ് പല രാജ്യങ്ങളുമായി ഇറാനുമായിട്ടുള്ള ഒരു ആക്റ്റീവ് യുദ്ധത്തിലേക്ക് ഇപ്പോൾ ഇസ്രായേൽ പ്രവേശിക്കും എന്ന് കരുതാനാവില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഗോളടിച്ച് സമനിലയിൽ നിൽക്കുകയാണ്. അങ്ങനെ ആ മാച്ച് തൽക്കാലത്തേക്ക് അവസാനിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്.